ഹലോ എവരി വൺ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളുടെ ടി വി എസിൻ്റെ ഏറ്റവും പുതിയ RTR 310 ആണ്. അപ്പോൾ ഞാൻ ഒരുപാട് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളൊരു വണ്ടിയും കൂടിയാണ് ഈ ഒരു RTR 310 എന്ന് പറയുന്നത്. എന്താ പറയുക, ഒരു കംപ്ലീറ്റ് പാക്കേജ് എന്നൊക്കെ പറയൂലേ, അങ്ങനത്തെ ഒരു സാധനമാണ് ഇത്. ഇത് ഞാൻ കറൻറ്റ് ഓടിച്ചിട്ടില്ല, ഞാൻ ഇതിൻ്റെ റൈറ്റ് റിവ്യൂ ഞാൻ വഴിയെ ഇടുന്നുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയൊരു വാക്ക് അറൗണ്ട് വീഡിയോ മാത്രമാണ്. അപ്പോൾ ഈ വണ്ടിയെപ്പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക, ഒരു മാസീവ് ലുക്കിംഗ് ബൈക്കാണ്. ടു ബി ഓണസ്റ്റ്, ഞാൻ ഫോട്ടോയിൽ കണ്ടപ്പോൾ ഭയങ്കര വലിയ വണ്ടിയാണെന്നൊന്നും വിചാരിച്ചില്ല. പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ എൻ്റെ മക്കളെ, ഇതൊരു ഭീകര സാധനം തന്നെ കേട്ടോ, പറയാതൊരു തരവില്ല. ഒരു പ്രോപ്പർ സൂപ്പർ ബൈക്കിൻ്റെയൊക്കെ ഒരു ലുക്സ് ഈ ഒരു വണ്ടിക്കുണ്ടെന്നുള്ളതാണ്. ഭയങ്കര എന്താ പറയുക, ഹെഡ് ടേണറായിട്ടൊരു ലുക്സാണ് ഈ ഒരു ബൈക്കിന് വരുന്നത്. ആ ഒരു ഹെഡിൻ്റെ ഇതാവട്ടെ, എല്ലാ രീതിക്കും സൂപ്പർ, ഒന്നും പറയാനില്ല. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ പാർട്ടിയിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങാം. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഹെഡ് ലാമ്പ്സ് എന്ന് പറയുന്നത്. ഈ ഒരു വണ്ടിയുടെ ഹെഡ് ലാമ്പ്സ് ആവട്ടെ, അല്ലെങ്കിൽ ഓവറോൾ ഡിസൈൻ ആവട്ടെ, ഈ ടി വി എസ് അവകാശപ്പെടുന്ന ഒരു സൈബോഗ് എന്നൊരു ഇതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിനകത്തേക്ക് ഉൾക്കൊണ്ടിട്ടുള്ളതെന്നാണ് പറയുന്നത്. ആൻഡ് ഐ പേഴ്സണലി ഫീൽസ് നമ്മുടെ ഡുക്കാറ്റിയുടെ ഒരു ബൈക്ക് ഉണ്ടല്ലോ, ഞാൻ ഏതാണെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. അപ്പോൾ ആ ഒരു മോഡലിൻ്റെ ഒരു ഇൻസ്പയർഡ് ആയിട്ട് എനിക്ക് ഒരുപാട് തോന്നി. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു DRൽ മാത്രമായിട്ട് രാത്രി ഓടിക്കുന്നൊരു ട്രെയിലർ അല്ലെങ്കിൽ ഒരു വീഡിയോ നമ്മുടെ ടി വി എസ് പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു DRൽ മാത്രമായിട്ട് കണ്ടപ്പോൾ ഇറ്റ് ലുക്ക് എക്സാക്ട്ലി ലൈക്ക് ദാറ്റ് ബൈക്ക്. അപ്പോൾ ഞാൻ ശരിക്കും അതാണെന്ന് വിചാരിച്ചു, പ്രത്യേകിച്ച് ഈ ഒരു പാർട്ടൊക്കെ കണ്ടപ്പോൾ അങ്ങനെയാണെന്ന് വിചാരിച്ചത്. പക്ഷേ എന്താ പറയുക, വണ്ടി നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്, വൃത്തിയായിട്ടൊന്നും ആക്കിയിട്ടില്ല. ഇപ്പോൾ അതേപോലെ തന്നെ കോപ്പി ക്യാറ്റ് എന്നും പറയാൻ പറ്റില്ല, നേരിട്ട് കാണുമ്പോൾ എൻറ്റയർലി കോപ്പി ക്യാറ്റാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിൽ നിന്ന് ഒരുപാട് ഇൻസ്പിറേഷൻ എടുത്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഈ ഒരു ഹെഡ് ലാമ്പിലേക്ക് ഒന്ന് പറയുകയാണെങ്കിൽ ഇതൊരു ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു കുറേ ഒരു സ്മാർട്ട് സെറ്റപ്പ് കാര്യങ്ങളോട് കൂടിയുള്ള ഒരു ഹെഡ് ലാമ്പ്സാണ് ഇതെന്ന് പറയുന്നത്. അതായത് DRൽ ഇവിടെ ഇട്ട് വരുന്നു, ഈ ഒരു പോർഷനിലായിട്ടാണ് ഹെഡ് ലാമ്പ്സ് വരുന്നത്. ഫുള്ളി LED ആയിട്ടുള്ള ഹെഡ് ലാമ്പ്സാണ്. ആൻഡ് ഈ ഒരു ഹെഡ് ലാമ്പ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ സ്പീഡ് കൂട്ടുന്നതിനനുസരിച്ച് ഈ ഒരു ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയും അതേപോലെ തന്നെ ത്രോയൊക്കെ കുറേ കൂടി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. കാരണം വണ്ടി നമ്മൾ എത്ര വേഗത്തിൽ ഓടിക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ ലൈറ്റ് ഇപ്പോൾ കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് കുറച്ച് കുറവ് നമുക്ക് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം അത്തരം സെനേരിയോസിൽ ആ ഒരു ഫീൽ ഉണ്ടാകാതിരിക്കാൻ, ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാനായിട്ട് ഈ വണ്ടിയുടെ സ്പീഡ് എന്തോരം നമ്മൾ ഉയർത്തുന്നു അതിനനുസരിച്ച് ഈ ഒരു വണ്ടിയുടെ ഇൻറ്റൻസിറ്റിയും അതേപോലെ പെർഫോമൻസൊക്കെ വളരെയധികം ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അതേപോലെ തന്നെ നമ്മളുടെ ആ ഒരു കറൻറ്റ് സിറ്റുവേഷനിലുള്ള ആംബിയൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചും ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ആവും. അത്തരത്തിലുള്ളൊരു സ്മാർട്ട് LED ഹെഡ് ലാമ്പ് എന്ന് വേണം ഈ ഒരു ലൈറ്റിൻ്റെ ഒരു പ്രത്യേകതയെ പറ്റി പറയുകയാണെങ്കിൽ. അതെനിക്ക് തോന്നുന്നു ഫസ്റ്റിംഗ് ക്ലാസ് ആണെന്ന് തോന്നുന്നു, ഞാൻ അധികം കണ്ടിട്ടില്ല അങ്ങനെ ഒരു സംഭവം. ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ പേഴ്സണലി അങ്ങനെ കണ്ടിട്ടില്ല. ഇഫ് ഐ എം നോട്ട് റോങ്, ഇതൊരു ഫസ്റ്റിംഗ് ക്ലാസ് ആയിട്ടുള്ളൊരു സെറ്റപ്പ് തന്നെ ആയിരിക്കും. പേഴ്സണലി എനിക്ക് ഇനീഷ്യൽ ടൈമിൽ ഈ ഒരു ഹെഡ് ലാമ്പ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, ഉള്ള കാര്യം ഞാൻ പറയാം. പക്ഷേ നേരിട്ട് കണ്ടപ്പോൾ കൊള്ളാം എന്ന് തോന്നി. അതായത് എൻറ്റയർലി എനിക്ക് ഒരു ഫുള്ളി ഔട്ട് അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. പക്ഷേ പയ്യെ നമ്മൾ ആ ഒരു ഫോട്ടോസൊക്കെ ഒരുപാട് കണ്ട് വന്ന് കുറച്ച് അങ്ങോട്ട് ഇഷ്ടം തോന്നാൻ തുടങ്ങി. ഞാൻ ഇനീഷ്യലി നമ്മൾ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് ആദ്യം തന്നെ വന്നൊരു വലിയൊരു വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ലുക്സ് ഓസം. ആൻഡ് താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു ഗോൾഡ് അപ്സൈഡ് ഡൗൺ ഫോക്സ് കാണാം. ഇത് അഡ്ജസ്റ്റബിൾ അല്ല, അഡ്ജസ്റ്റബിൾ വരുന്നത് ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റിലേക്ക് വരുമ്പോഴാണ്. ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ബേസ് വേരിയൻ്റാണ്. ഇവിടെയായിട്ട് നമുക്കൊരു ചെറിയൊരു മഡ്ഗാർഡ് ഒരു പാർട്ട് കാണാം. അത്യാവശ്യം പ്രോപ്പറായിട്ട് കട്ടിങ് കാര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ഡിസൈനാണ്. അതായത് ഈ വണ്ടിയുടെ ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെ എടുക്കുകയാണെങ്കിൽ മൊത്തത്തിലൊരു ഷാർപ്പ് ഡിസൈനാണ് അവർ എടുത്തിരിക്കുന്നത്. ആൻഡ് ദാറ്റ് റിയലി സൂട്ട്സ് വെരി വെൽ. ആൻഡ് ഇങ്ങോട്ട് സൈഡിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ വീൽസ് കാര്യങ്ങളാണ്. വീൽസ് ഇതിനകത്ത് സ്റ്റോക്കായിട്ട് തന്നെ മിഷ്ലിൻ്റെ ടയേഴ്സാണ് നമുക്ക് കിട്ടുന്നത്. ഫ്രണ്ടിൽ വരുന്നത് 110 ബാക്കിൽ വരുന്നത് 150 സെഗ്മെൻറ്റ് ടയേഴ്സാണ്. ആൻഡ് ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു അപ്പാച്ചി എന്ന് എഴുതിയിട്ടുള്ള ഒരു സ്റ്റിക്കറിങ് കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു 2 കളറിലാണ് വരുന്നത്. ഒന്ന് ഈ ഒരു ആഷ് കളറ്, ആൻഡ് മറ്റേതെന്ന് പറയുന്നത് ഒരു യെല്ലോ ബ്ലാക്ക് കോമ്പിനേഷനോട് കൂടിയുള്ളൊരു കളറാണ് പിന്നത്തേതെന്ന് പറയുന്നത്. ആൻഡ് രണ്ടും കാണാൻ നല്ല രസമുണ്ട്. എനിക്ക് മറ്റേത് ഈ ഒരു കളർ നമ്മളുടെ RTR കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. ഈ ഒരു വണ്ടിയിലേക്ക് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ആ യെല്ലോ കളറാണ് കുറച്ചുകൂടി ഒരു അപ്പീലിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് എൻ്റെ ഒരു പേഴ്സണൽ ഫീലാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക. ആൻഡ് ഈ ഒരു പാർട്ട്
ഇത് അത്യാവശ്യം ഭയങ്കര സ്പോർട്ടി എലമെൻ്റ് വരുന്നൊരു ഡിസൈനാണെന്നാണ്. എന്നാൽ അത് നല്ല രീതിക്ക് എന്താ പറയുക ഒരു ചിന്തിച്ച് ചെയ്ത ഡിസൈൻ എന്ന് വേണം പറയാനായിട്ട്. അതായത് ഇവിടെയായിട്ട് നമ്മുടെ കൂളൻ്റെ ഒരു പാർട്ട് വരുന്നുണ്ട്, ഇവിടെയായിട്ട് ഫാൻ വരുന്നുണ്ട്. ആൻഡ് ഇതെന്ന് പറയുന്നത് ഓയിൽ ഫിൽറ്ററാണ്. അപ്പോൾ ഞാനിത് ആദ്യം കണ്ടപ്പോൾ ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഇവരോട് ചോദിച്ചപ്പോഴാണ് അതൊരു ഓയിൽ ഫിൽറ്ററാണെന്ന് അറിഞ്ഞത്. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്തരത്തിലുള്ള ഓയിൽ ഫിൽറ്റർ ഇങ്ങനെ നിൽക്കുന്നതുണ്ട്. പിന്നീട് ചോദിച്ചപ്പോഴാണ് മറ്റേ നമ്മുടെ RR310 അതായത് RR310 ഇവർ ഇതേ രീതിക്ക് തന്നെയാണ്. അത് നമ്മൾ ഫെയറിങ്ങുള്ളതുകൊണ്ട് കാണാത്തതായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ എന്താ സംഭവം എന്ന് വിചാരിച്ചു. പക്ഷേ ഭയങ്കര വൃത്തിയോടെ കാര്യങ്ങളൊന്നുമില്ല, സംഭവം നല്ല നീറ്റായിട്ട് അവർ ടോട്ടലി ആ ഡിസൈൻ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നുണ്ട്. ഡ്യുവൽ ഹോണാണ് തന്നിരിക്കുന്നത്. ആൻഡ് ഈ സൈഡിലേക്ക് വരുമ്പോൾ ആ ഒരു യുണീക്ക് സൂപ്പർബ് ആയിട്ടുള്ള ഒരു എൻജിൻ കാണാം. അവിടെ ആ ഒരു സിംഗിൾ സിലിണ്ടർ ആയിട്ടുള്ള ഒരു ഇൻക്ലൈൻഡ് എൻജിനാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. DOHC ആണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ RR310 യൂസ് ചെയ്തിട്ടുള്ള എഞ്ചിനാണ്. കുറച്ച് പവർ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ ഒരു വണ്ടിയുടെ ക്യാരക്ടറിനനുസരിച്ച് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ കിട്ടുന്നതിനും കുറച്ചുകൂടി പവർ ഫീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു ചേഞ്ചസ് പവർ ഫിഗേഴ്സിലുണ്ട്. ഒരു ചെറിയ എമൗണ്ട് ഓഫ് പവർ കൂടുതലുണ്ട്, ഒരു ചെറിയ എമൗണ്ട് ഓഫ് ടോർക്കും കൂടുതലായിട്ടാണ് ഈ ഒരു മോഡലിലേക്ക് വന്നപ്പോൾ കിട്ടിയിരിക്കുന്നത്. ആൻഡ് സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്, നമുക്ക് ബൈ ഡയറക്ഷനിലായിട്ടുള്ള ക്വിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചർ ഫിൽഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ആൻഡ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു ഫ്രെയിം കാണാം, നല്ല രസമായിട്ട് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു ഹൈപ്പർ സ്പെക്ക് എന്ന് പറഞ്ഞ ഒരു സ്റ്റിക്കറും കാണാം. പിന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്കൊരു മോണോഷോക്ക് സസ്പെൻഷനും കൂടിയും കാണാൻ പറ്റും. സി ആൻഡ് ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ആ ഒരു എക്സോസ്റ്റാണ് കാണാൻ പറ്റുന്നത്. സ്റ്റിൽ ഞാൻ ഈ ഒരു എക്സോസ്റ്റിൻ്റെ ഫാനല്ല. ഞാൻ നമ്മുടെ RR310 റിവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നതാണ് ഞാൻ ഈ ഒരു എക്സോസ്റ്റിൻ്റെ ഫാൻ അല്ല. ബട്ട് RR310 കുറച്ചും കൂടിയും ഈ ഒരു ബൈക്കിന് സ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീലുണ്ട്. ഈ ഒരു എക്സോസ്റ്റ് ഈ ഒരു വണ്ടിക്ക് ഇത്തിരി കൂടിയും ബെറ്ററായിട്ട് സ്യൂട്ട് ചെയ്യുന്ന ഒരു ഫീലുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു കളർ, നമ്മുടെ റിമ്മിലുള്ള കളർ കാണാം. നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോന്നറിയില്ല, ഫ്രണ്ടിലുള്ള അലോയ്സ് വരുന്നത് ബ്ലാക്കാണ് ആൻഡ് ബാക്കിൽ വരുന്നത് റെഡാണ്. നമ്മളിതിൻ്റെ യെല്ലോ വേർഷനിലേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ടിൽ ബ്ലാക്കും ബാക്കിൽ യെല്ലോ ആയിട്ടുള്ള കളേഴ്സാണ് വരുന്നത്. അത് കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ ഈ ഒരു ടയർ ഹഗറും കൂടി കാണാം. ഭയങ്കര എന്താ പറയുക ഒരു പ്രീമിയം ഫീല് നമുക്ക് തരുന്നുണ്ട് ഇത്തരത്തിലുള്ളൊരു വൺ സൈഡ് ആയിട്ടുള്ള ടയർ ഹഗർ കൊടുക്കുമ്പോൾ. ആൻഡ് ദിസ് ഈസ് ദ റിയർ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ഭയങ്കര ഷാർപ്പായിട്ട് ഭയങ്കര സ്പോർട്ടി ആയിട്ടുള്ളൊരു ഫീല് നമുക്ക് ഈ ഒരു ടെയിൽ ലാമ്പിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ പറയുക. ആൻഡ് നമുക്ക് ഇവിടെ ആയിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. ലൈറ്റ്സ് എല്ലാം തന്നെ LED ലൈറ്റ്സ് ആണ്. എവിടെ ഹാലജനോ കാര്യങ്ങളൊന്നും തന്നെ വെച്ചിട്ടുള്ള കംപ്ലീറ്റ്ലി LED ലൈറ്റ്സ് തന്നെയാണ് വരുന്നത്. ഈ ഒരു ടയർ ഹഗറൊക്കെ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ളതാണ്. ഈ ഒരു പോർഷൻ മാത്രം കുറച്ച് ഇളക്കമുണ്ട്. ചെറിയൊരു ഇളക്കമുണ്ട്, അത് ഞാൻ പിടിച്ചിളക്കുമ്പോഴാണ്. അതർവൈസ് ഈ സംഭവം നല്ല സ്റ്റേഡി തന്നെയാണ്. കണ്ട, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. സോ ഓടിക്കുന്നതിൻ്റെ ഇടയിൽ ഇളകി കളിക്കുകയോ ഇല്ലയോ എന്നുള്ള പേടിയും കാര്യങ്ങളൊന്നും വേണ്ട. നൗ കമ്മിങ് ടു ദ സീറ്റ്സിൻ്റെ ഡിസൈനും ഷാർപ്പ് തന്നെയാണ്. ഇതിനകത്ത് ഒരു സാധനവും ഷാർപ്പ് അല്ലാത്ത രീതിക്ക് വിട്ടിട്ടില്ല. എല്ലാം തന്നെ ഒരു ഷാർപ്പായിട്ട് തന്നെയാണ് നിലനിർത്തിയാണ്. ഈ ഒരു കട്ടിങ് കാര്യങ്ങളുണ്ടോ അത്യാവശ്യം നല്ല ഷാർപ്പാണ്. പക്ഷേ സീറ്റ് ഭയങ്കര ഹാർഡല്ല. കാഴ്ചയിൽ ഒരു ഹാർഡ്നെസ് പോലെ എനിക്ക് ഫീൽ ചെയ്തെങ്കിലും അത്യാവശ്യം നല്ല കുഷ്യൻ്റാണ്. കണ്ടോ, അത്യാവശ്യം നല്ല രീതിക്ക് കുഷ്യൻ്റെ ആയിട്ടാണ് വന്നത്. ബാക്ക് സീറ്റും അതെ, ബാക്ക് സീറ്റിൻ്റെ ഇവിടെ കുറച്ച് ഹാർഡാണ്. ഈ ഒരു സംഭവം ഇത്തിരി നല്ല രീതിക്ക് തന്നെ ഹാർഡാണ്. ഞാൻ കുറേ പണിയെടുത്തിട്ടാണ് ഈ ഒരു ഞെക്കണത്. പക്ഷേ ഈ ഒരു പോർഷൻ അത്യാവശ്യം കുഷ്യൻ്റാണ്. ഇരിക്കാനും വലിയ കുഴപ്പമില്ല. ഞാൻ ഈ ഒരു പില്ലൺ സീറ്റിൽ ഇരുന്ന് നോക്കിയിരുന്നു. അപ്പോൾ എനിക്ക് കുഴപ്പമില്ലെന്നാണ് തോന്നിയത്. ആൻഡ് എനിക്ക് അത്ര വലിയ തടിയും കാര്യങ്ങളൊന്നുമില്ല. സോ എനിക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഇത്തരം സീറ്റ്സിൽ ഇരുന്ന് എനിക്ക് നല്ല ശീലമുണ്ട്. കോളേജിൽ പോയ ടൈമിലൊക്കെ ഫ്രണ്ട്സിൻ്റെ വണ്ടിയിലേക്ക് ഇരുന്ന് എനിക്ക് ഇത്തരം കുഞ്ഞ് സീറ്റുകളിലൊക്കെ ഇരുന്ന് നല്ല ശീലമുള്ളതുകൂടി ആയിരിക്കാം. എനിക്ക് വലിയ ഇഷ്യൂ കാര്യങ്ങളൊന്നും തോന്നിയില്ല. വണ്ണമുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നാനുള്ള ചാൻസ് ഉണ്ട്, കാരണം സീറ്റിൻ്റെ വലിപ്പം കുറവാണ്. എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സിൽ ഞാൻ നോക്കിയാൽ സോളോ റൈഡിന് ഞാൻ യൂസ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ വണ്ടി ഒരു അടിപൊളി സ്ട്രീറ്റ് ഫൈറ്റർ എന്നൊക്കെയുള്ള രീതിക്ക് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ വണ്ടിയിൽ കയറി ഇരുന്നിട്ട് ബാക്കി പറയാം. ഇപ്പോൾ വണ്ടി കയറിയിരിക്കുമ്പോൾ ഇനീഷ്യൽ തിങ് തന്നെ ഇതിൻ്റെ വെയിറ്റ് കാര്യങ്ങളാണ്. അതിന് പിന്നെ നമ്മുടെ പ്ലാനറ്റ് ഫുഡ് കാണിച്ചു തരാം. എനിക്ക് അത്യാവശ്യം നല്ല പ്ലാനറ്റ് ഫുഡാണ്. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5.8 5.9 ഒക്കെയാണ് എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാനറ്റ് ഫുഡ് തന്നെയാണ് കിട്ടുന്നത്. എനിക്ക് കാലെത്തുന്നതിൻ്റെ പ്രശ്നം കാര്യങ്ങളൊന്നും തോന്നിയില്ല. ഈവൻ കുറഞ്ഞ ഹൈറ്റ് ഉള്ളവരാണെങ്കിലും എനിക്ക് തോന്നുന്നത് അത്യാവശ്യം കാല് ഇങ്ങനെ ഈ ഒരു രീതിയിൽ കുത്തിയെങ്കിലും നിൽക്കാം. ആ ഒരു ബോൾസിൻ്റെ ഭാഗം വെച്ച് കുത്തി നിൽക്കാൻ പറ്റുന്നുള്ള ഒരു ഫീൽ എനിക്ക് നല്ലപോലെ ഉണ്ട്. ഹൈറ്റിൻ്റെ ഇഷ്യൂ ആർക്കും തോന്നാൻ ചാൻസ് ഇല്ല. വണ്ടി കയറി നോക്കുമ്പോൾ പൊടിക്ക് ഹെവി ആയിട്ട് തോന്നി. ഇനി ഈ വണ്ടിയുടെ വെയിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ വണ്ടിക്ക് ഏകദേശം 169 കിലോ ആണ് ഈ ഒരു വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയണേ.
എനിക്ക് കയറി ഇരുന്ന് ഈ ഒരു നമ്മൾ സ്റ്റാൻഡൊക്കെ തട്ടി എടുക്കുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു ഹെവിനെസ് എനിക്ക് തോന്നി. എനിക്ക് തോന്നുന്നു ഈ ഒരു പോർഷനിൽ നിന്നായിരിക്കാം ആ ഒരു വെയിറ്റ് വന്നത്. അതായത് ഈ ഒരു ഭാഗത്താണ് വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും, മേജർ എല്ലാ കാര്യങ്ങളും വരുന്നത് ഈ ഒരു പോർഷനിലാണ്. ടാങ്കിനും കുറച്ച് വലിപ്പവും കാര്യങ്ങളും. അപ്പോൾ ഈ ഒരു പോർഷനിൽ നിന്ന് എനിക്ക് ചെറിയൊരു വെയിറ്റ് പോലെ തോന്നി. പക്ഷേ എനിക്ക് ഫീൽ ചെയ്യുന്നത് നമുക്ക് ഓടിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഫ്ലിക്കബിളായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഈ ഒരു ഹെഡ് കാര്യങ്ങളൊക്കെ ആ ഒരു വലിപ്പം കാര്യങ്ങളുണ്ടെങ്കിലും ഒരു തടി കുറവാണ്. സോ അതുകൊണ്ട് തന്നെ ഹെഡ് വെയിറ്റ് കാര്യങ്ങളൊന്നും തീരെ ഉണ്ടാവില്ല. നമുക്ക് നല്ല രീതിക്ക് തന്നെ ഫ്ലിക്ക് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ആ ഒരു ഹാൻഡിൽ ബാസിൻ്റെ ഭാഗത്ത് നമുക്ക് അങ്ങനെ ഒരു ഫീൽ കിട്ടും. പിന്നെ ഹാൻഡിൽ ബാസ് അത്യാവശ്യം വൈഡാണ്. സോ നമുക്ക് എല്ലാം അടിപൊളിയായിട്ട് നല്ലൊരു സ്പോർട്ടി ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഇവിടെയായിട്ടാണ് നമ്മുടെ ഇഗ്നിഷൻ കാര്യങ്ങൾ വരുന്നത്. ആൻഡ് നമുക്കിവിടെ ഒരു E20 ബാഡ്ജിങ് കാണാം. ഓക്കെ, ഇനി നമുക്ക് ഹാൻഡിൽ ബാസിലേക്ക് വരുമ്പോൾ മീറ്ററിലേക്ക് വരാം. അതിന് പിന്നെ ഞാൻ ഈ ഒരു പോർഷൻ കാണിച്ചു തരാം. ഇഷ്ടം പോലെ സ്വിച്ച് കാര്യങ്ങളാണ്. ഞാൻ ഇത്രയും സ്വിച്ച് ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ഒരു സംഭവത്തിൽ വന്നിട്ട്, ഈ ഒരു പോഡിൽ മാത്രമായിട്ട്. അപ്പോൾ ഈ ഒരു പോർഷനിലാണ് നമ്മളുടെ ഡിമാൻഡ് ബ്രൈറ്റിൻ്റെ സ്വിച്ച് കാര്യങ്ങൾ വരുന്നത്. അവിടെ തന്നെയാണ് എല്ലാം മൂന്നും അവിടെ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ക്രൂയിസ് കൺട്രോളാണ്. നമുക്ക് ഈ ഒരു ബേസ് വേരിയൻറ്റിൽ തന്നെ അതൊക്കെ കിട്ടും. പിന്നെ ഇതിവിടെ ആയിട്ട് നമുക്കൊരു ബൈ ഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്റർ വരും. അതായത് അപ്പ് ഷിഫ്റ്റിനും ഡൗൺ ഷിഫ്റ്റിനും നമുക്ക് ക്വിക്ക് ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യും. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് റൈറ്റ് ബൈ വയറാണ് വരുന്നത്. അതേപോലെ നമുക്ക് സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്. ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ലെവേഴ്സാണ് വരുന്നത്. ഇതിവിടെ ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ലെവേഴ്സാണ്. സോ നമുക്ക് നമ്മളുടെ കംഫർട്ടിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ സൈഡിലായിട്ട് നമ്മുടെ ഹസാർഡ് ലാംപ്സ് ആണ് വരുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ മീറ്റേഴ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ളൊരു ജോയ്സ്റ്റിക് സ്വിച്ച് കാര്യങ്ങളൊക്കെയാണ്. ഇതെന്ന് പറയുന്നത് ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് ഇവിടെ ആയിട്ട് ഹോൺ. ആൻഡ് ഇവിടെ ഇട്ട് നമ്മളുടെ ആ ഒരു ഇഗ്നിഷനും അതേപോലെ സെൽഫ് സ്റ്റാർട്ടിൻ്റെയൊക്കെ ഒറ്റ ഒന്നിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഇനി മീറ്ററിലേക്ക് വരാം. മീറ്റർ ഒരു ഭീകരനാണ്, കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ മീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. ഇതെന്ന് പറയുന്ന ഒരു 5 ഇഞ്ചിൻ്റെ ഒരു TFT ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു മോഡലിൽ വരുന്നത്. നമ്മുടെ RR310 വരുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു മീറ്റർ ആണെങ്കിൽ ഇതിനകത്ത് വരുമ്പോൾ നമ്മൾ പ്രോപ്പർലി ഒരുവിധ വണ്ടികളിലും കാണുന്ന തരത്തിലുള്ളൊരു ടൈപ്പ് ഓഫ് മീറ്റേഴ്സാണ്. എന്നാൽ ഇത് TFT ഡിസ്പ്ലേ ആണ്. 5 ഇഞ്ച് സൈസോട് കൂടിയുള്ള TFT ഡിസ്പ്ലേ ആണ്. ഈ സൈഡിലായിട്ട് നമുക്ക് വാർണിംഗ് ലാംപ്സ് കാണാം. ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഒരു വാർണിംഗ് ആണിത്. ന്യൂട്രൽ ഫ്യൂവലിൻ്റെ ഒരു മീറ്റർ വരുന്നുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഇഗ്നിഷൻ, ബ്രൈറ്റ്, ABS. ആൻഡ് ഇതെന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ക്രൂയിസ് കൺട്രോളിൻ്റെ ഒരു ലാമ്പാണ്. അതായത് നമ്മൾ ക്രൂയിസ് കൺട്രോൾ ഓൺ ചെയ്യുമ്പോൾ ഈ ഒരു ലാമ്പ് കത്തി കിടക്കും. അപ്പോൾ അതിൻ്റെ ഒരു വാർണിംഗ് ലാംപ്സാണ് ഇവിടെ കാണുന്നത്. ഇനി ഈ മീറ്റേഴ്സിൽ വരുമ്പോൾ നമുക്കിത് ഇവിടെ ഒരു ടാക്കോമീറ്റർ കാണാം. ഇവിടെയായിട്ട് നമ്മുടെ റൈഡ് മോഡ്സ് ഉണ്ട്. നമുക്ക് ഇഷ്ടംപോലെ റൈഡ് മോഡ്സ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് നമ്മളുടെ 0 to 60 എത്രയാണെന്നുള്ളത് കാണിക്കും. ടോപ്പ് സ്പീഡ് നമ്മൾ എത്ര എടുത്തു എന്നുള്ളത് കാണിക്കും. ഓഡോമീറ്റർ, റേഞ്ച്, അതായത് നമ്മളെ ഫ്യൂവൽ ഇപ്പോൾ ബാക്കിയുള്ള ഫ്യൂവൽ എത്ര ഓടുന്നുള്ളതാണ് ഈ റേഞ്ച് വെച്ച് ഉദ്ദേശിക്കുന്നത്. ഇവിടെയായിട്ട് നമ്മളുടെ എഞ്ചിൻ്റെ ടെമ്പറേച്ചർ കാര്യങ്ങൾ. ഇവിടെ ആയിട്ടാണ് നമ്മളുടെ ഫ്യൂവലിൻ്റെ മീറ്റർ വരുന്നത്. ഇത് സ്പീഡോമീറ്റർ. ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും. ഇനി വരാൻ പോണ സാധനങ്ങൾ കാണിച്ചു തരാം. അതായത് ഈ ഒരു എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു മെനുവിലേക്ക് വരും. പിന്നെ അത് റൈഡ് മോഡ്സ് ഉണ്ട്. റൈഡ് മോഡ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അർബൻ ഉണ്ട്, റെയിൻ, സ്പോട്ട്, ട്രാക്ക്, പിന്നെ സൂപ്പർ സ്പോട്ടാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് എന്ന് പറയുന്നത്, ഒരു മോഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ട്രിപ്പ് ഡീറ്റെയിൽസ് വേണ്ടി ട്രിപ്പ് A, ട്രിപ്പ് B, ട്രിപ്പ് C, ഡേ ട്രിപ്പ് മീറ്റർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ട്രിപ്പ് ഡീറ്റെയിൽസിന് തന്നെ. ഡേ ട്രിപ്പ് മീറ്റർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് എന്തോരം കവർ ചെയ്തു, ടോട്ടൽ ടൈം എത്ര എടുത്തു, ആവറേജ് സ്പീഡ്, ടോപ്പ് സ്പീഡ്, നമ്മുടെ ഫ്യൂവൽ എത്ര കൺസ്യൂം ചെയ്തു, ആവറേജ് മൈലേജ് എന്ന് വേണ്ട ജാതകം മൊത്തം നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഇനി വെഹിക്കിൾ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ സർവീസ് ഡീറ്റെയിൽസ് വരും, നമ്മുടെ പെർഫോമൻസ് റെക്കോർഡ്, ഡോക്യുമെൻറ്റ്. ഇനി അടുത്തതിൽ വരുന്നത് നമ്മുടെ പ്രിഫറൻസ് ആണ്. പ്രിഫറൻസിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഡൈനാമിക് ഹെഡ് ലാമ്പ്. അത് ഞാൻ നേരത്തെ ഒരു സ്മാർട്ട് ഹെഡ് ലാമ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ നമുക്ക് ഓട്ടോമാറ്റിക്കൽ ഇടണോ അതോ മാനുവലായിട്ട് സെറ്റ് ചെയ്യണോ എന്നുള്ളതുണ്ട്. DRൽ നമുക്ക് മാനുവലായിട്ട് ഇടണോ അതല്ലെങ്കിൽ ആ ഒരു ഓട്ടോമാറ്റിക് ഇടണോ അല്ലെങ്കിൽ ഓഫ് ചെയ്യണോ എന്നുള്ളത്. ഇനി ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഓഫ് ചെയ്യണോ അതോ ഓൺ ചെയ്തിടണോ, ക്വിക്ക് ഷിഫ്റ്ററിന് നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് എന്ന് വേണ്ട ഒരു സാധനങ്ങളുണ്ട്. കണക്ടിവിറ്റിയുടെ ഉണ്ട്, നമ്മുടെ ബ്ലൂടൂത്ത് പെയറിങ് കാര്യങ്ങളിലേക്ക് ഉണ്ട്. പിന്നെ നമ്മളെ ഡിസ്പ്ലേ സെറ്റപ്പ് അതെങ്ങനെ വേണം എന്നുള്ളത്. നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ മൊത്തത്തിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്യാം. ക്ലോക്ക്, ഡേറ്റ് എന്തൊക്കെ നമുക്ക് കാണണം എന്നുള്ള രീതിക്ക് നൈറ്റ് മോഡ് ഇടണോ എന്നുള്ളത്. പിന്നെ നമുക്ക് കസ്റ്റം വിഡ്ജറ്റ്സ്, അതായത് നമ്മളുടെ ഈ ഒരു ഡിസ്പ്ലേയിൽ എന്തൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യണം എന്ന സാധനങ്ങൾ, അതായത് ഓഡോമീറ്റർ മാത്രമാണോ, ലാപ്പ് ടൈം ഇടണോ വേണ്ടയോ, അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണിക്കാനായിട്ടാണത്. ഇഷ്ടംപോലെ കസ്റ്റമൈസിങ് ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്പീഡ് അലേർട്ട്, അത് നമുക്ക് ഇത്ര സ്പീഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പീഡ് എത്തുമ്പോൾ അലേർട്ട് കാണിക്കാൻ വരും.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു പോർഷനിലായിട്ട് വരുന്നത്, പ്രിഫറൻസിൽ വരുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ്, അതായത് ഒരു വണ്ടിയുടെ കംപ്ലീറ്റ് ജാതകം നമുക്ക് ഈ ഒരു വണ്ടിയിൽ ഈ മീറ്ററിൽ കാണാൻ പറ്റുന്നുള്ളതാണ്. ഇനി ആ വണ്ടിയുടെ സൗണ്ട് ഒന്ന് ഏൽപ്പിച്ചു തരാം. എങ്ങനെയുണ്ട് സൗണ്ട്? സംഭവം ഈ സൗണ്ട് കുറച്ചുകൂടി ട്യൂൺ ചെയ്തിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അതായത് ഈ എക്സോസ്റ്റിൽ ചെറിയ വേരിയേഷൻ വരുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ ഒരു സൗണ്ട് ചേഞ്ചിനും ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസിനും കൂടി അനുസരിച്ച് അവർ ഈ ഒരു എക്സോസ്റ്റിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ വണ്ടിയുടെ ആ ഒരു വാക്ക് അറൗണ്ട് പാർട്ടി എന്ന് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അതായത് ഈ വണ്ടി ഇഷ്ടപ്പെട്ടോ, ഈ ഫീച്ചേഴ്സൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത്. ആൻഡ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ബേസ് വേരിയൻ്റ് ആണ്. അപ്പോൾ ഈ ബേസ് വേരിയൻറ്റിൽ വരുന്ന കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ കാണിച്ചതിലധികവും. ഇതല്ലാണ്ട് തന്നെ നമുക്ക് കോർണറിങ് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, വീലി കൺട്രോൾ വരുന്നുണ്ട്, ബാക്ക് ലിഫ്റ്റ് കൺട്രോൾ കാര്യങ്ങൾ വരുന്നുണ്ട്, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ എക്സ്ട്രാ വരുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഈ ഒരു സസ്പെൻഷൻ അത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആക്കാനും പറ്റും. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് ഒരു B2 പാർട്ടാണ്, ആ ഒരു സസ്പെൻഷൻ അഡ്ജസ്റ്റബിൾ എന്ന് പറഞ്ഞാൽ. അതായത് ഈ ഒരു ബേസ് വേരിയൻ്റ് അല്ലാണ്ട് മേലെ 2 വേരിയൻ്റ് ഉണ്ട്. അതെന്ന് പറയുന്നത് ഡൈനാമിക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് ഫീച്ചേഴ്സ് വരുന്നത്. അതിന് മേലെ വരുന്നത് ഡൈനാമിക് പ്രോ ആണ്. അതിനകത്ത് കുറേ കൂടി എലമെൻറ്റ്സ് വരും. നമുക്ക് ഈ ഒരു അഡ്ജസ്റ്റബിൾ കാര്യങ്ങളോ കുറേ കൂടിയും കാര്യങ്ങൾ എക്സ്ട്രാ വരും. ഈ ഒരു സീറ്റ് എന്ന് പറയുന്നത് നമുക്ക് കൂൾ ചെയ്യാനും പറ്റും, അതേപോലെ തന്നെ ടെമ്പറേച്ചർ അങ്ങോട്ട് മാറ്റാനൊക്കെ പറ്റും. അതായത് ചൂടാക്കാം, തണുപ്പാക്കണേ തണുപ്പാക്കാം, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സീറ്റും കൂടി നമുക്ക് ഇതിൻ്റെ ഹയർ മോഡലുകളിൽ വരും. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് പാക്കേജാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോ ഉള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കഴിയുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വണ്ടികൾ കാര്യങ്ങൾ കിട്ടാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഡൗട്ട്സോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. അതേപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് ഒക്കെ അവിടെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ വരാൻ കഴിയുന്ന പ്രതീക്ഷയോടെ ആൻഡ് I'll catch you in next one. Bye bye.